20 വയസ്സുകാരിയുടെ മരണം. തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിലാണ്. ഗർഭിണിയായ ഒരു പെൺകുട്ടിയാണ്, 20 വയസ്സാണ്. ഭർത്താവിന്റെ വീടിന് സമീപം പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ആ സംഭവത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഭർത്താവിനെതിരെ ഈ അർച്ചനയുടെ അച്ഛൻ പറയുന്നത്. കാരണം ഈ ഭർത്താവ് ഷാരോൺ അർച്ചനയെ കൊന്നതാണെന്നാണ് അച്ഛൻ ഹരിദാസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. സംശയരോഗിയായിരുന്നു ഷാരോണ്. നിരന്തരമായി പെൺകുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. 6 മാസമായി, അതായത് വിവാഹം കഴിഞ്ഞത് മൂലം അവളെ ഫോൺ ചെയ്യാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഹരിദാസ് പറയുന്നത്. ആദ്യം അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം. അവൻ അതിന് തെലുങ്ക് വന്നിട്ടതാണെന്നാണ് ഞങ്ങളത്. അവൻ ഭയങ്കര ക്രൂരമായിട്ട് അതിനെ അമ്മയും അവരും ഒക്കെ എല്ലാവരും പീഡിപ്പിച്ചിരുന്നു. കുട്ടി വിളിക്കുമ്പോൾ അവിടെ ഉപദ്രവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഉപദ്രവം ഇന്ന് അവള് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല. അവള് പേടിച്ച് എന്തുണ്ടെങ്കിലും അവൻ ഭയങ്കര സംശയമാണ്. അവൻ ഭയങ്കര ക്രിമിനലിന്റെ പശ്ചാത്തലമാണ്. ഭയങ്കര ഒരു വട്ടം അളകെ കോളേജിൽ പോയിട്ട് റോട്ടിലിട്ട് തല്ലിയത് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. എന്നാൽ അവരെ വിളിപ്പിച്ച് ഞാൻ സംസാരിച്ചാന്ന് ഞാൻ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ടില്ല, നീ ഇങ്ങോട്ട് പോരാ, നിന്നെ ഞാൻ നീ ഇങ്ങോട്ട് പോന്നോ പറഞ്ഞതാ. ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇവിടുത്തെ മെമ്പർ ഞാൻ ജോലിക്ക് പോയി വിളിച്ച് പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ പറഞ്ഞില്ല മരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കായിക കടുക് ഏതായത് നീ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് മോളെ വിളിച്ചിട്ട് മെമ്പർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അവൻ അത്രയും ക്രൂര ഇതാണ് അവൻ കൽപ്പിച്ചു കൂട്ടി ചെയ്തതാണ് തന്നെ. അവൻ മോളോട് എൻ്റെ മൂത്ത മോളോട് ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ കൊല്ലുന്നൊക്കെ പറഞ്ഞിരുന്നു. ഒറ്റയ്ക്ക് വിടില്ല അവൻ, എവിടേക്കും ഭയങ്കര സംശയരോഗിയാണ് അവൻ. അവിടെ കുടുംബക്കാരെങ്ങനെയാണ്? കുടുംബക്കാരെ അതിലും അമ്മേനെ ഞങ്ങളൊക്കെ ഫോൺ വിളിച്ചപ്പോൾ ആരാ എന്തിട്ടാന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങളെ ഇതാക്കാറുണ്ട്. പരാതി കൊടുത്തോ? അത് പരാതി കൊടുത്തിട്ടില്ല. ഇത് അമ്മ ഇങ്ങനെ അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഷാട്ടിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഭർത്തൃപീഡനം കാരണം, ഭർത്താവിന്റെ ക്രൂരമായ പീഡനം കാരണം അവസാനിക്കുകയാണ്. ഇങ്ങനെ എത്ര വാർത്തകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഈ പെൺകുട്ടികളുടെ ജീവിതം അവസാനിക്കുന്നത് കാണുമ്പോൾ. ഈ ഷാരോണും അർച്ചനയും തമ്മിൽ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ഷാരോണിന്റെ സ്വഭാവം അർച്ചന മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ ഈ അച്ഛനെയും, അതായത് ഈ അർച്ചനയുടെ പിതാവിനെയൊക്കെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നത് പോലെയൊക്കെ ഞാൻ പല കമന്റുകളും സംഭവങ്ങളൊക്കെ എന്താണെങ്കിലും ആ അച്ഛന്റെ നിസ്സഹായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഈ അർച്ചനയ്ക്ക് ഈ ഷാരോണുമായിട്ട് പ്രണയം തുടങ്ങുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഷാരോണ് ഇതുപോലെ കഞ്ചാവ് കേസിൽ പ്രതിയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ദുശീലങ്ങളുണ്ട്, ഒരു ഗുണ്ട സെറ്റപ്പ് ഉണ്ട്, ഒരു ക്രിമിനൽ പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉറപ്പായിട്ടും അർച്ചനയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ മിക്കപ്പോഴും സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയുള്ള സംഭവത്തിൽ പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടോ, എന്തെങ്കിലും അവരുടെ ലുക്കോ അവരുടെ പെരുമാറ്റത്തിന്റെ സെറ്റപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിൽ വീണ് പോയി അത് സത്യം പറഞ്ഞാൽ ട്രാപ്പാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഇങ്ങനത്തെ കേസുകളിൽ പെൺകുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ട്രാപ്പായി പോവുകയാണ്. ഒരു തവണ അവരിൽ പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് അതിന്ന് ഊരിപ്പോരുക എന്ന് പറഞ്ഞാൽ ശരിക്കും ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അത് തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകളൊക്കെ സംഭവിക്കുന്നത്. പെൺകുട്ടികള് ആദ്യത്തെ ഒരു എന്താ പറയാ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള കേസുകളിലൊക്കെ ഇതുപോലെയുള്ള ക്രിമിനലുകളുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുടെ ആ വാഗ്ദാനങ്ങളിൽ അവരുടെ പഞ്ചസാര പോലെയുള്ള വർത്താനങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ വീണു പോകും. അതൊരു അവസാനം ഒരു ട്രാപ്പായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ന്യൂസിൽ നിന്നും മനസ്സിലാകുന്ന കാര്യങ്ങൾ, ഇവൻ ഒരു പക്ക ക്രിമിനലാണ്, കഞ്ചാവ് കേസിൽ പ്രതിയാണ്, സംശയ രോഗിയാണ്, ഇതെല്ലാം അച്ഛൻ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ കോളേജിന്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്ര ക്രൂര മനസ്സിന് ഉടമയാണ് ഈ ഷാരോൺ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഈ അച്ഛൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചിനോട് തിരിച്ചു പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പെൺകുട്ടിയുടെ പിതാവ് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, തിരിച്ചു പോരെ, അവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ പെട്ടത് തന്നെയാണ്. ഒരു ഊരിപ്പോരലുകളില്ല. കാരണം വെച്ചാൽ അവര് പ്രൊട്ടക്ട് ചെയ്യാൻ ആരാണുള്ളത്? നമുക്ക് ദൂരെ നിന്ന് കമന്റുകൾ ഇടാനേ പറ്റത്തുള്ളൂ. അതായത് തിരിച്ചു വിളിച്ചുവിടാൻ ഇപ്പോൾ അഭിമാനം ഇവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു സംഭവ ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇവിടെ നിയമങ്ങൾക്ക് കഴിയുമോ? അത് നിയമങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇവനെ പോലെ ഉള്ളവന്മാരെ വടിവാളൊക്കെ ആയിട്ട് ഇറങ്ങും. കുടുംബം തന്നെ ബോധവും വെളിവും ഇല്ലാത്ത തീർത്ത് കളയും.
അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്, ഇങ്ങനെയുള്ള നൂറുകണക്കിന് വാർത്തകൾ വരുന്നുണ്ട് ഓരോ വർഷവും. ദയവ് ചെയ്ത് ഇതുപോലെയുള്ള കേസുകളിൽ പോയി പെടരുത്. എത്രയോ നല്ല ചെറുപ്പക്കാര് ഈ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ദയവ് ചെയ്ത് ഇതുപോലുള്ള കേസുകളിൽ പെടരുത് എന്ന് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഇതൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. എന്താണെങ്കിലും എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇതുപോലുള്ള കേസുകൾ ഒരുപാട് നമ്മൾ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം വർഷങ്ങളായിട്ട് കൂടുതൽ കേട്ട് വരികയാണ്. എന്താണെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരു പെൺകുട്ടിക്കും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി വരാൻ കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.